സുഷുപ്തിയിലാണല്ലോ പുന്നാരമോള്. മുമ്പൊന്നും പകലിറക്കം ഇല്ലായിരുന്നു, ഇപ്പൊ അതും തുടങ്ങിയിരിക്ക. എല്ലാത്തിനും അച്ഛന്റെ ഒത്താശയുണ്ടല്ലോ. ഒന്ന് എഴുന്നേറ്റ് വന്ന് എന്നെ ഒന്ന് സഹായിച്ചൂടെ ഇവക്ക്? പണിയെടുക്കാനുള്ള പ്രായമായല്ലോ. എന്താ ഒന്നും കേൾക്കുന്നില്ലേ? പൊന്നുമോക്ക് കേൾവിശക്തി തിരിച്ചു കിട്ടിയപ്പോ അച്ഛൻ പൊട്ടനായിപ്പോയോ? ആയിട്ടില്ല കപിലേ. മോളെ കൊണ്ട് വിശ്രമമില്ലാതെ ഒത്തിരി ജോലി ചെയ്യിച്ചിട്ടുള്ളതല്ലേ. ഇനി അവള് കുറച്ചിടെ വിശ്രമിച്ചോട്ടെ. എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. ഞാൻ ചിലതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അമ്പാടിന്ന് വന്ന കണ്ണന്റെ കുഴൽവിളി കേൾക്കുമ്പോൾ രാധയ്ക്ക് എന്തോ ചില മാറ്റങ്ങളുണ്ട്. പ്രായപൂർത്തിയായ പെണ്ണിന്റെ ചേഷ്ടകളാ കാട്ടുന്നത്. എന്താ അതിന്റെ അർത്ഥം? കണ്ണന്റെ കുഴൽവിളി കേൾക്കുമ്പോൾ സർവചരാചരങ്ങൾക്കും മാറ്റം ഉണ്ടാവുന്നുണ്ട് കപിലേ. ആ നാദത്തിന് എന്തൊരാകർഷണ ശക്തിയാണ്. കപിലയ്ക്കൊന്നും തോന്നിയിട്ടില്ലേ? ഹൃദയം ഉണ്ടെങ്കിലല്ലേ ആസ്വാദന ശേഷി ഉണ്ടാവും. എന്താ പറഞ്ഞത്? ഒന്നും പറഞ്ഞില്ല. എന്നാ എനിക്കൊന്ന് പറയാനുണ്ട്. കേൾവിശക്തി കിട്ടിയപ്പോഴേ രാധയുടെ സ്വഭാവത്തിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങിയിരിക്കുക. ഇപ്പൊ ആ കണ്ണനെ കൂടി കണ്ടതോടെ പെണ്ണ് ഈ ലോകത്തൊന്നുമല്ല. ചിരിച്ചോ? ഒരു പോറ്റമ്മയുടെ മേൽനോട്ടം എപ്പോഴും രാധയുടെ മേലുണ്ടാവണമെന്ന് നിങ്ങൾ പറയാറുണ്ടല്ലോ. ദേ അതുകൊണ്ട് പറയാ, വിവാഹം കഴിച്ച് അയക്കേണ്ട പെണ്ണ.
തേനെ പാലേന്നും പറഞ്ഞ് തോന്നുന്ന വഴിക്ക് വിട്ടാലേ ഒടുവിൽ ദുഃഖിക്കേണ്ടി വരും. കപില നിൽക്ക്. എന്റെ കുഞ്ഞിനെ ശാപജന്മം എന്ന് നീ ഒരിക്കൽ വിശേഷിപ്പിച്ചത് ഓർക്കുന്നു. ഇപ്പോഴവളിൽ സ്വഭാവദൂഷ്യവും ആരോപിക്കുന്നു. കപിലേ, കണ്ണന്റെ കുഴൽവിളി കേൾക്കുമ്പോൾ മറ്റുള്ള കുട്ടികൾ അനുഭവിക്കുന്നതിനേക്കാൾ ആത്മഹർഷം രാധ അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിധി നിയോഗമാണ്. അറിയപ്പെടാത്തൊരാത്മബന്ധത്തിന്റെ തുടക്കമാണത്. ആ അനുഭൂതി വിശേഷത്തെ നിയന്ത്രിക്കാൻ നിനക്കോ എനിക്കോ പ്രപഞ്ചത്തിൽ ആർക്കും സാധ്യമല്ല. രാധ. നന്ദഗോപനും കൂട്ടരും കണ്ണനുമൊത്ത് വൃന്ദാവനത്തിലേക്ക് വന്നതിനും കാരണങ്ങളേറെയുണ്ട്. അതിലുപരിയായി ഒരു കർമ്മബന്ധവുമുണ്ട്. അസാമാന്യമായ തേജസ് കൊണ്ട് ഏവരെയും നീ ഇതിനകം മനസ്സിലാക്കി കാണുമല്ലോ. കണ്ണൻ ആരാണെന്ന് നീ അറിഞ്ഞിരിക്കണം. വൈകുണ്ഠനാഥനായ വിഷ്ണു ഭഗവാന്റെ 9ാമത്തെ മനുഷ്യാവതാരമാണ് അമ്പാടിക്കണ്ണൻ. അതേ വൃഷഭാനു, സാക്ഷാൽ വിഷ്ണുനാരായണനെയാണ് അമ്പാടിക്കണ്ണന്റെ രൂപത്തിൽ നീ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്നത്. മുജ്ജന്മ സുഹൃതം. ആചാര്യരെ, ഈയുള്ളവൻ കോടി പുണ്യം ചെയ്തവനാണെന്ന് നാരദ മഹർഷി പറഞ്ഞതിൻ്റെ പൊരുൾ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഈ സാധുവിന് നിത്യവും ഭഗവത് ദർശനം സാധ്യമാവുന്നുണ്ടല്ലോ. ഈശ്വരോ രക്ഷ. നീ പുണ്യവാനാണെന്ന് ദേവർഷി പറഞ്ഞതിൻ്റെ പൊരുൾ അതുമാത്രമല്ല. നിന്റെ ഭാര്യയായിരുന്ന കലാവതി എന്ന കീർത്തി പ്രസവിച്ച മകളാണ് രാധ, സന്ദേഹമില്ല. പക്ഷേ രാധ ആരാണെന്ന സത്യം നിന്നെ അറിയിക്കേണ്ട ദൗത്യം വിധാതാവ് അമ്മയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ദേവമാമുനി നാരദനാൽ രാധയെന്ന് നാമകരണം ചെയ്യപ്പെട്ട നിന്റെ മകൾ സാക്ഷാൽ ലക്ഷ്മീദേവിയുടെ അവതാരമാണ്.